സമ്പൂർണ്ണ മദ്യനിരോധനം എന്നുള്ള സങ്കല്പത്തെ എതിർക്കാനായിട്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും തന്നെ സാധിക്കില്ല. കാരണം ഇതൊരു വലിയ വോട്ട് ബാങ്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു തീരുമാനമാണ്. ഒറ്റ ദിവസം കൊണ്ട് മനുഷ്യന്മാരായ നിരവധി പേരുടെ സംസ്ഥാനമാണ് ബീഹാർ. മദ്യനിരോധന നിയമം ലംഘിച്ചതിൻ്റെ പേരിൽ ആയിരക്കണക്കിന് പേര് ജയിലിൽ കഴിയുന്നുണ്ട്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇത്തവണ ഉയർന്നു വരുന്ന ഒരു വിഷയം അല്പം കൗതുകമുള്ളതാണ്. അത് മറ്റൊന്നുമല്ല, മദ്യനിരോധനം. 2016 ബീഹാറിൽ ഈ സമ്പൂർണ്ണ മദ്യനിരോധനം വന്നത്. ആ മദ്യനിരോധനം എടുത്തു കളയുമെന്ന വാഗ്ദാനങ്ങൾ വരെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ ഉയരുന്നുണ്ട്. എന്നോടൊപ്പം ഇതേക്കുറിച്ച് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനുമായി മാതൃഭൂമി ദിനപത്രത്തിൻ്റെ ഡൽഹിയിലെ ബ്യൂറോ ചീഫായ മനോജ് മേനോനുണ്ട്. മനോജ്, ബീഹാറിൽ താമസിയാതെ തന്നെ ഈ മദ്യം ഇങ്ങനെ ഒഴുകും? മദ്യനിരോധനം ബാലു പറഞ്ഞ പോലെ 2016 മദ്യനിരോധനം ബീഹാറിൽ നിലവിൽ വന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിരോധനമില്ലാത്ത സംസ്ഥാനങ്ങളെ പോലെ തന്നെ സുലഭമായിരുന്നു മദ്യം 2015-2016 കാലം വരെ. 2016 നിതീഷ് കുമാർ ഗവൺമെൻറ് ഈ പറഞ്ഞ പോലെ മദ്യനിരോധനം സംസ്ഥാനത്ത് കൊണ്ടുവരുന്നത്. അതിനുശേഷമുള്ള എല്ലാ തിരഞ്ഞെടുപ്പിലും മദ്യനിരോധനം ഒരു ചർച്ചാ വിഷയമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ്. മദ്യനിരോധനത്തെ സമ്പൂർണ്ണ മദ്യനിരോധനം എന്നുള്ള സങ്കല്പത്തെ എതിർക്കാനായിട്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും തന്നെ സാധിക്കില്ല. കാരണം ഇതൊരു വലിയ വോട്ട് ബാങ്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു തീരുമാനമാണ്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ വോട്ട് ബാങ്ക് നിതീഷ് കുമാറിന് വേണ്ടി രൂപപ്പെട്ടത് ഈ മദ്യനിരോധനത്തിന് ശേഷമാണ്. അതുകൊണ്ട് തന്നെ വോട്ട് ബാങ്കിനെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഈ മദ്യനിരോധനം എന്നുള്ള സങ്കല്പത്തെയോ തീരുമാനത്തെയോ എതിർക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് ധൈര്യമില്ല. ഇക്കുറിയും അത് ചർച്ചയിൽ വരുമ്പോൾ മദ്യനിരോധനം നടപ്പാക്കിയതിൻ്റെ രീതിയെക്കുറിച്ചുള്ള പരാതികളും അതുപോലെ അതിനെതിരെയുള്ള ആരോപണങ്ങളുമാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നത്. പ്രശാന്ത് കിഷോറൊക്കെ പറഞ്ഞിരിക്കുന്ന അധികാരത്തിൽ വന്നാൽ 24 മണിക്കൂറിനുള്ളിൽ മദ്യനിരോധനം എടുത്തു കളയുമെന്നുള്ളതാണ്. പ്രശാന്ത് കിഷോറിന് ഒരു കൃത്യമായ അല്ലെങ്കിൽ പറഞ്ഞ പോലെ അങ്കലാപ്പ് വേണ്ടാത്ത തീരുമാനങ്ങൾ പ്രഖ്യാപിക്കാൻ എളുപ്പമാണ്. പക്ഷേ ഒരു പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾക്ക് അത്തരത്തിൽ വോട്ട് ബാങ്ക് ശ്രദ്ധിക്കാതെ ഇത്തരത്തിലുള്ള പ്രഖ്യാപനമോ തീരുമാനങ്ങളോ കൈക്കൊള്ളാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് പക്ഷേ തേജസ്വി യാദവും പറയുന്നുണ്ട് അതിലൊരു റീതിങ്ക് ഉണ്ടാവും. തേജസ്വി യാദവ് വളരെ കൃത്യമായ രീതിയിൽ ആലോചിച്ച് തന്നെയാണ് അക്കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. തേജസ്വി യാദവ് പറഞ്ഞിരിക്കുന്നത് നാടൻ കള്ള്, അതായത് പനങ്കള്ള് അല്ലെങ്കിൽ താടി എന്നാണ് ഇവിടെ പറയുക. താടി അതായത് പന ചെത്തിയെടുക്കുന്ന കള്ളിനാണ് താടി എന്ന് പറയുന്നത്. ഈ നാടൻ കള്ള് പാസി സമുദായത്തിൻ്റെ ഒരു ഏറ്റവും വലിയ വരുമാന മാർഗമായിരുന്നു. അവരുടെ ഒരു കള്ള് എടുക്കലും കള്ള് ചെത്തലുമായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ. ഈ മദ്യനിരോധനത്തിൽ ഈ നാടൻ കള്ളും കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ആ പാസി സമുദായത്തിൻ്റെ ജീവിതമാർഗം പാടെ അടഞ്ഞുപോയി. പാസി സമുദായം യഥാർത്ഥത്തിൽ 1% ഉള്ളൂ. ഒരു 13 ലക്ഷത്തോളം വരുന്ന അംഗസംഖ്യയാണ് അല്ലെങ്കിൽ ജനസംഖ്യയാണ് പാസി സമുദായത്തിലുള്ളത്. പക്ഷേ ഈ സംശയം ചോദിച്ചോട്ടെ മനോട്ട്, അതായത് ഈ പാലക്കാടുള്ള അതേ കള്ള് ചെത്ത് തൊഴിലാളികൾ അങ്ങനെ നമുക്ക് പറയാം. കള്ളുചെത്താണ് ഉപജീവന മാർഗമായിട്ടുള്ളത് ഈ പറഞ്ഞ പാസി സമുദായത്തിൻ്റെ. അപ്പോൾ ഈ മദ്യനിരോധനം വന്നതോടുകൂടി പാസി സമുദായം മഹാദളിത് ഏറ്റവും ദളിതരായിട്ടുള്ള വിഭാഗത്തിൽപ്പെട്ടുള്ള വിഭാഗമാണ് പാസി സമുദായം. 13 ലക്ഷം പേരേ ഉള്ളൂ എങ്കിൽ പോലും പലയിടത്തും അത് വോട്ട് ബാങ്കിലോ അല്ലെങ്കിൽ വോട്ട് ഘടനയിലോ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളും പാസി സമുദായത്തിൻ്റെ സ്വാധീനമുള്ള മണ്ഡലങ്ങളും ബീഹാറിലുണ്ട്. അതുകൊണ്ട് തന്നെ പാസി സമുദായം ഈ ഒരു തീരുമാനത്തോടുകൂടി തൊഴിൽരഹിതരാവുകയും അവർ മറ്റു മാർഗ്ഗങ്ങളിലേക്ക് തിരിയുകയും ചെയ്തു. അവർ പലയിടത്തും പട്ടിണി അരങ്ങേറുന്ന പട്ടിണി ഉണ്ടാകുന്ന സ്ഥിതിവിശേഷമുണ്ട് എന്നുള്ളതാണ് ഈ പ്രതിപക്ഷ പാർട്ടികൾ മഹാസഖ്യം ഉൾപ്പെടെയുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. മദ്യനിരോധനത്തിന് ഒരു വലിയ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാജമദ്യ ദുരന്തം ഉണ്ടാകുന്ന ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സംസ്ഥാനങ്ങളിലൊന്ന് ബീഹാറാണ്. വ്യാജമദ്യ ദുരന്തം, അതായത് ഇതുമായി ബന്ധപ്പെട്ട് മദ്യം നിരോധിച്ചു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും മദ്യനിരോധനമുള്ള സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ മേഖലകളിലോ എല്ലാം തന്നെ സ്വാഭാവികമായും സംഭവിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, അനധികൃത മദ്യം കടത്തൽ. അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് അയൽ രാജ്യമായ നേപ്പാളിൽ നിന്ന്, അതുപോലെ തന്നെ അയൽ സംസ്ഥാനമായ ജാർഖണ്ഡ്, UP തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യാപകമായ രീതിയിൽ മദ്യം കടത്തുന്നുണ്ട്. അത് ചെറിയ വിലയ്ക്ക് വരുന്ന മദ്യം വൻ വിലയ്ക്ക് വിറ്റ്. ഞാൻ മനോഹരൻ്റെ ഒരു ആർട്ടിക്കിൾ വായിച്ചിരുന്നു, നമ്മുടെ പത്രത്തിൽ എഴുതിയിരുന്നു. അതായത് ഒറ്റ ദിവസം കൊണ്ട് ധനവാന്മാരായ, ഒരു സർക്കാസ്റ്റിക്കലായി പറയുകയാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് മനുഷ്യന്മാരായ നിരവധി പേരുടെ സംസ്ഥാനമാണ് ബീഹാർ.
അതിർത്തി മേഖലകളിൽ അതിർത്തി പ്രദേശങ്ങളിലെ ഗ്രാമങ്ങളിലൂടെയാണ് ഈ മദ്യക്കടത്ത് വ്യാപകമായിട്ട് വരുന്നത്. അത് ഈ ഇംപ്ലിമെൻറ്റേഷൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയക്കാരും ഈ പോലീസും ചേർന്നിട്ടുള്ള ഒരു മാഫിയ ബീഹാറിൽ രൂപപ്പെടുകയും അത് ഇത്തരം സാധാരണ നിലയിൽ ഈ ബാലഗോപാൽ പറഞ്ഞ പോലെ സാധാരണ നിലയിൽ മദ്യം വിറ്റ് കഴിഞ്ഞിരുന്നവർ പ്രത്യേകിച്ച് പെട്ടെന്നൊരു കോടീശ്വരന്മാരായി മാറുകയും ചെയ്തു. അത് ഈ അനധികൃത മദ്യം കടത്തിലൂടെയാണ്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കേസെടുത്തതും ഇവിടുത്തെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും അടിച്ചമർത്തപ്പെട്ട ഏറ്റവും പാവങ്ങളായ ആളുകൾക്ക് മേലാണ് എന്നുള്ളതും ഒരു വലിയ വിവാദ വിഷയമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഏറെക്കുറെ അതായത് BJPയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഐഡിയോളജിക്കൽ പ്രശ്നമല്ലേ? BJP വരുന്ന ഒരു സാഹചര്യത്തിൽ BJPക്ക് മുൻതൂക്കം കിട്ടുകയാണ്, നിതീഷിന് അല്പം അദ്ദേഹം പിന്നോക്കം പോകുന്ന ഒരു അവസ്ഥ വരികയാണെങ്കിൽ അങ്ങനെയുള്ളൊരു സിനാറിയോയിലും ഈ മദ്യനിരോധനത്തിന് എന്ത് സംഭവിക്കാം? BJP വർഷങ്ങളായിട്ട് ഭരിക്കുന്ന ഗുജറാത്തിൽ മദ്യനിരോധനമുണ്ട്. പക്ഷേ മദ്യനിരോധനത്തിൽ അവിടെ പെർമിറ്റ് സിസ്റ്റം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 5 സ്റ്റാർ ഹോട്ടലുകളോ 7 സ്റ്റാർ ഹോട്ടലുകളോ ടൂറിസം ഇൻഡസ്ട്രികൾക്കോ ഒക്കെ ഈ പെർമിറ്റ് ഉണ്ടെങ്കിൽ മദ്യം വിതരണം ചെയ്യാം അല്ലെങ്കിൽ വിളമ്പാം എന്നുള്ളൊരു തരത്തിലുള്ള തീരുമാനം ഗുജറാത്തിലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സമീപനത്തിലേക്ക് ഇനി ഈ പറഞ്ഞ രാഷ്ട്രീയ ഘടന മാറുകയാണെങ്കിൽ അത്തരത്തിലൊരു തീരുമാനം ഉണ്ടാകുമോ എന്നുള്ളത് നമുക്കിപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഈ തീരുമാനത്തിനും അതുപോലെ തന്നെ ഇത് ഏർപ്പെടുത്തിയതിനും ഒക്കെ തന്നെ രാഷ്ട്രീയ വോട്ട് ബാങ്കുകളുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആണ്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ വോട്ടുകൾ. ഡൊമസ്റ്റിക് വയലൻസ് ഈ മദ്യനിരോധനത്തിന് ശേഷം പാടെ ബീഹാറിൽ കുറഞ്ഞു എന്നുള്ളതാണ് സർക്കാരിൻ്റെ അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളുടെയും കണക്ക്. അതുപോലെ തന്നെ സ്ത്രീകളുടെ സുരക്ഷ ഇതിന് ശേഷം വർദ്ധിച്ചു. ആയുർദൈർഘ്യം, പുരുഷന്മാരുടെ ആയുർദൈർഘ്യം ഇതിന് ശേഷം വർദ്ധിച്ചു. അത്തരത്തിലുള്ള ഒരു അരാജക അവസ്ഥയിൽ നിന്ന് ഒരു ക്രമത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഈ മദ്യനിരോധനത്തിലൂടെ സാധിച്ചു എന്നുള്ളതാണ് സർക്കാരിൻ്റെയും അതുപോലെ തന്നെ ഈ തീരുമാനത്തെ അനുകൂലിക്കുന്ന സന്നദ്ധ സംഘടനകളുടെയും അവകാശവാദം. അപ്പോൾ അതൊരു തരത്തിൽ ഒരു ഭാഗത്ത് നിൽക്കുന്നു. പക്ഷേ ഇംപ്ലിമെൻറ്റേഷൻ മദ്യനിരോധനം മൂലം ഉണ്ടായിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷനിലൂടെ അഴിമതിയും വ്യാജമദ്യ ദുരന്തം അതുപോലെ തന്നെ കോടതികൾക്ക് മേൽ കേസുകളുടെ ഭാരം, അമിതഭാരം. ഇപ്പോൾ ഹൈക്കോടതിയും അതുപോലെ തന്നെ സുപ്രീം കോടതിയും ജസ്റ്റിസ് പഴയ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന രമൺ നായർ ഒരു പ്രശസ്തമായ ഒരു സെൻറ്റൻസ് ഉണ്ട്, ഇവിടെ ഈ പ്രായോഗികമല്ലാത്ത തരത്തിലാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തത്, അതുകൊണ്ട് കോടതികളുടെ ബർഡൻ കൂടിയെന്നുണ്ട്. കോടതികളുടെ മേലിൽ കേസുകളുടെ അമിത ഭാരം വർദ്ധിച്ചു. ഒരു ലക്ഷക്കണക്കിന് കേസുകളാണ് മദ്യനിരോധന ലംഘനമായിട്ട് മദ്യനിരോധന നിയമം ലംഘിച്ചതിൻ്റെ പേരിൽ എടുത്തിരിക്കുന്നത്. ആയിരക്കണക്കിന് പേര് ജയിലിൽ കഴിയുന്നുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാമൂഹ്യ പ്രശ്നം കൂടിയുണ്ട്. അപ്പോൾ ഇത് പരിഹരിക്കണമെങ്കിൽ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നന്നാക്കുകയും ക്രമപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ മദ്യനിരോധനത്തെ കൈകാര്യം ചെയ്യേണ്ടി വരും. പക്ഷേ മദ്യനിരോധനം എന്നുള്ളത് പ്രായോഗികമായി നടപ്പാക്കുമ്പോൾ ഇത്തരം ചില പ്രശ്നങ്ങൾ എല്ലാ രാജ്യങ്ങളിലും ഇത് നടപ്പാക്കിയിട്ടുള്ള എല്ലാ രാജ്യങ്ങളിലും എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ പ്രദേശങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അത് പ്രശ്നം തന്നെയാണ്, തലവേദന തന്നെയാണ്. തീർച്ചയായും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തലവേദന തന്നെയാണ്. കാരണം ഒരു ഭാഗത്ത് മനോഹരൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗാർഹിക പീഡനങ്ങൾ കുറഞ്ഞു, കേസുകൾ കുറഞ്ഞു ഒക്കെ അതൊക്കെ പറയുമ്പോഴും മറുഭാഗത്ത് ഈ വ്യാജമദ്യ ദുരന്തങ്ങൾ കൂടുന്നു, സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അത് ബാധിക്കുന്നു തുടങ്ങിയ വാദപ്രതിവാദങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും 2025 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ വിഷയം മദ്യനിരോധന വിഷയം വീണ്ടും ബീഹാറിൽ സജീവ ചർച്ചയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.